വിഷുക്കണി ഒരുക്കാൻ കണിവെള്ളരിയും കണിമത്തനും തയ്യാർ. ആലപ്പുഴയിൽ വിഷു വിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത വെള്ളരിയുടെയും മത്തന്റെയും വിളവെടുപ്പ് തുടങ്ങി. വിഷു അടുത്തതോടെ വെള്ളരിക്കും മത്തനുമെല്ലാം വില കൂടിയത് കർഷകർക്ക് ആശ്വാസമായി. കണികൊണ്ടുണരുവാൻ കൊന്നപ്പൂവിനൊപ്പം ഓട്ടരുള്ളിയിൽ സ്വർണ്ണ നിറമാർന്ന വെള്ളരിയും പിന്നെ മത്തനും പോലുള്ള കൃഷിഫലങ്ങൾ കൂടി വേണം. സമൃദ്ധിയിലേക്ക് ഉണരുന്ന പുലരിയിൽ വിഭവങ്ങളാകുന്ന ഉൽപ്പന്നങ്ങൾ ഒരുക്കാൻ മണ്ണിൽ പണിയെടുക്കുന്നവരുണ്ട്. അവരുടെ അധ്വാനമാണ് വിഷുപ്രഭാതത്തിൽ കണിയാകുന്നത്. വിഷുപണി ലക്ഷ്യമിട്ട് വിളയിച്ച വെള്ളരിയും മത്തനുമെല്ലാം വിളവെടുക്കുന്ന കാലം കൂടിയാണിത്. എല്ലാം ഇനിയിപ്പോൾ 2 ദിവസത്തിലെല്ലാം മാർക്കറ്റിൽ എത്തിയുള്ള എല്ലാം ഇപ്പം ഫുള്ള് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 15,000 കിലോ മാർക്കറ്റിൽ എത്തിക്കാം എന്നാണ് നമ്മൾ കണക്കൂട്ടുന്നത്. അതുപോലെ തന്നെ കണിമത്തനും എല്ലാം വിളവെടുത്തെല്ലാം ഫുള്ള് വെച്ചിരിക്കുകയാണ്. ആലപ്പുഴ, കായംകുളം, കൊല്ലം സൈഡിലേക്കാണ് കൂടുതലും പോകുന്നത്. പിന്നെ അവിടെ തന്നെ ഇവിടെ പ്രാദേശിക കൃഷി വകുപ്പിന്റെ ഒക്കെ സപ്പോർട്ടോടുകൂടിയാണ് നമ്മളിവിടെ വിപണനം നമ്മൾ നടത്തുന്നത്. വിഷു അടുത്തെത്തിയതോടെ വെള്ളരിക്കും മത്തനുമെല്ലാം നല്ല വില ലഭിക്കുന്നുണ്ട്. കിലോഗ്രാമിന് 22 രൂപയാണ് കണിവെള്ളരിയുടെ മൊത്തവില. മത്തന് 35 രൂപയ്ക്ക് മുകളിലും. ഓണത്തെ അപേക്ഷിച്ച് വിഷു കർഷകർക്ക് നല്ല വിപണിയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെള്ളരിക്കും മത്തനും വില കൂടുതലാണ്. കഴിഞ്ഞ വർഷത്തെക്കാളും വിഷുവിനേക്കാളും ലാഭകരമായിട്ടാണ് ഇത്തരത്തിൽ കൃഷി പോകുന്നത്. ഓണത്തിനേക്കാളും വിഷുവാണ് കുറച്ച് വിപണനത്തിന് നല്ലത്. കാരണം വെള്ളരി ആയപ്പോലും ബൾക്ക് അങ്ങോട്ട് കയറിപ്പോയാണ് 1-2 ദിവസം കൊണ്ട്. അത് നമുക്ക് മാർക്കറ്റിംഗ് ഈസിയാണ്. അതുപോലെ തന്നെ മത്തനായാലും പച്ചക്കറിയായാലും എല്ലാം ഡിമാൻഡ് നമുക്ക് ഉണ്ട്. മലബാറിൽ വൃത്താകൃതിയുള്ള കണിവെള്ളരിയാണെങ്കിൽ തിരുവിതാംകൂറിൽ നീളമുള്ള വെള്ളരിക്കാണ് പ്രിയം. ഓരോ ദേശത്തിന്റെയും അഭിരുചിക്കനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങളാണ് കർഷകർ വിളയിക്കുന്നത്. റിപ്പോർട്ടർ, ആലപ്പുഴ.